ഈ പോപ്പുലർ ചൂസ് ചെയ്യാൻ കാര്യം എൻ്റെ ബ്രദർ 2011 ഇവിടെയാണ് ഫസ്റ്റ് ഡ്രൈവിംഗ് പഠിച്ചത്. ഇപ്പോൾ ബ്രദറിൻ്റെ എക്സ്പീരിയൻസ് ഭയങ്കര ഇഷ്ടമായി. പുള്ളി തന്നെയാണ് പറഞ്ഞത് എൻ്റെ മോനെ ജോയിൻ ചെയ്യിക്കാൻ വന്നപ്പം ബ്രദർ പറഞ്ഞു ഇവിടെ തന്നെ ജോയിൻ ചെയ്യിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി പുറത്താണ്, സൗദി അറേബ്യയിലാണ്. അവിടെ നിന്ന് ഇവിടെ വെക്കേഷന് വന്നിട്ട് മോനെ ഞാൻ ഇവിടെ മാരുതിയിൽ ജോയിൻ ചെയ്തു. ഇവിടെ തന്നെ ഞാനും ജോയിൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവൻ ക്ലാസ് കഴിഞ്ഞ് പാസ്സായി. ഇപ്പം ഞാൻ അതിനുശേഷം ജോയിൻ ചെയ്ത് എൻ്റെയും ക്ലാസ് കഴിയാറായി. ടെസ്റ്റ് നടക്കാനുള്ള ഡേറ്റ്സ് ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. പിന്നെ എൻ്റെ ഇൻസ്ട്രക്ടേഴ്സിനെ കുറിച്ച് ഞാൻ എന്താ പറയണമെന്ന് വെച്ചാൽ എനിക്ക് പറയാൻ അത്ര ഒന്നും അറിയില്ല. എന്നാൽ പോലും ഞാൻ പറയാം, എനിക്ക് പല ഓരോ തവണ നമ്മൾ ഓരോ ക്ലാസ്സിന് വരുമ്പോഴും ഓരോ ഇൻസ്ട്രക്ടറും ഓരോ വണ്ടി ആയിരിക്കും. പക്ഷേ സാറുമാർക്ക് ഭയങ്കര ക്ഷമയാണ്. ഭയങ്കര ക്ഷമ എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഫസ്റ്റായിട്ട് സ്റ്റിയറിംഗ് പിടിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ ഭയങ്കര ക്ഷമയോടുകൂടി നമ്മളുടെ അടുത്ത് അവർ ഇരുന്ന് ഓരോന്നും നല്ല ക്ലിയർ ചെയ്ത് ശരിക്കും നമ്മളെ പഠിപ്പിച്ചു തരും. നമുക്ക് അതിനകത്ത് ഒരു ഡൗട്ടും വേണ്ട. കാര്യം നമുക്ക് ഇപ്പം നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോഴത്തേക്കും വേറെ സ്കൂളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു വണ്ടിയിൽ ഒരു സാറും ഉണ്ടാവും, ഒരു 3-4 കുട്ടികളും ഉണ്ടാവും. മാരുതിയിൽ പക്ഷെ അങ്ങനെയല്ല, ഒരു ഇൻസ്ട്രക്ടറും ഒരു സ്റ്റുഡൻറ്റും ഉണ്ടാവുള്ളൂ. അത് അവർ നമ്മളെ തെറ്റിയാലോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് അങ്ങനത്തെ ഒന്നും അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് ഭയങ്കര ക്ഷമയാണ്. അത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഭയങ്കര വലിയ സംഭവമായിട്ടാണ് എനിക്ക് തോന്നിക്കുന്ന കാര്യം. നമുക്ക് ഹസ്ബൻഡ് കൂടി ഇരുന്നാലും ടെൻഷനാണ്. പക്ഷെ എനിക്ക് ക്ലാസ്സിൽ ഇവിടെ വരുമ്പോൾ സാറിന് കൂടി ഇരുന്ന് പോകുമ്പോൾ ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആണ് ശരിക്കും. കാര്യം അത്രയും അവർക്കും നല്ല ക്ഷമയുണ്ട്. അവർ നമുക്കെല്ലാം നല്ല ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. പിന്നെ ഇവിടെ ഇപ്പം നമുക്ക് ഫസ്റ്റ് വരുമ്പോൾ അവർ നമുക്ക് തിയറി ക്ലാസ് ഉണ്ട്, പിന്നെ സിമുലേറ്റർ ഉണ്ട്. സിമുലേറ്ററിലൊക്കെ നമുക്ക് ഫസ്റ്റായിട്ട് വരുന്നവർക്ക് ശരിക്കും നല്ല യൂസാണ്. കാര്യം ഞാൻ വേറെ സ്ഥലത്തൊക്കെ അന്വേഷിച്ചപ്പോൾ സിമുലേറ്ററൊന്നും ഇല്ല, ഇവിടെയാണുള്ളൂ. ഇപ്പം ഞാനതാ പറഞ്ഞത്, എൻ്റെ ബ്രദർ തന്നെ പഠിക്കുന്ന സമയത്ത് 2011 പോലും പല സ്കൂളുകളിലും സിമുലേറ്ററൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ പോപ്പുലർ മാരുതിയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദറും പറഞ്ഞു അവിടെ ആദ്യം സിമുലേറ്ററിൽ കുറച്ച് ക്ലാസ്സസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു 5 to 8 അങ്ങനത്തെ എത്രയോ ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ്സസിൽ നമ്മളെ നല്ല പെർഫെക്റ്റ് ആയിട്ട്, എന്നിട്ട് നമ്മൾ ചോദിക്കും സാർ നമ്മൾ ഓക്കെ ആണോ, റോഡിലോട്ട് ഇറങ്ങണമെന്ന് ചോദിച്ചാലും സാർമാർ പറയും ഇങ്ങനെ സിമുലേറ്ററിൽ മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ നടക്കില്ല, റോഡിലും. ശരിക്കും അവരുടെ ഒരു ധൈര്യമാണ് എന്നെയൊക്കെ സ്റ്റിയറിംഗ് പിടിച്ച് റോഡിലോട്ട് ഇറക്കാനായിട്ട് സപ്പോർട്ടീവായിട്ട്. എനിക്ക് സാറിൻ്റെയൊക്കെ ഒരു ധൈര്യമാണ് ശരിക്കും ഞാൻ ഇറങ്ങിയത്. പിന്നെ സിമുലേറ്റർ കഴിഞ്ഞ് റോഡാണെങ്കിലും എടുക്കാനാണെങ്കിലും ഒക്കെ നമ്മുടെ കൂടെ സാറുമാർ ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. ഈ 3 സ്റ്റേജസിലും നമുക്ക് നല്ല രീതിയിൽ അവർ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ട്. ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണ് ശരിക്കും. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ ഒരു ഇത് വെച്ചിട്ട്, എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ബ്രദർ പാസ്സായി പോയിട്ട് 2011 മോൻ റീസെൻ്റ് ആയിട്ടാണ് ഇപ്പം ഇവിടെ ക്ലാസ് ജോയിൻ ചെയ്തതും പാസ്സായി പോയതും ഒക്കെ. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആണ്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ കസിൻസോ അല്ലെങ്കിൽ ആരാണെങ്കിലും ഞാൻ കംപ്ലീറ്റ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യും മാരുതി പോപ്പുലറിൽ പോയിക്കൊള്ളാനായിട്ട്.